Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformiലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയർ ആവശ്യമാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് പോയിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് പോലെ, ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങുന്നത് പോലെ നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ, ഏതൊക്കെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രൂപീകരിക്കാൻ ആവശ്യമായ പ്രൊസീജിയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ നമുക്ക് പറയാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ. സെക്കൻഡ്, ഇൻകോർപ്പറേഷൻ, സംയോജിപ്പിക്കുക. ദെൻ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, ഒക്കെ റെഡിയായി പിന്നെ നമ്മൾ മൂലധനം ക്യാപിറ്റൽ ഇറക്കണം. ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആരംഭിക്കണം. അപ്പോൾ ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം പ്രൊമോഷൻ, പിന്നെ ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, ദെൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് പ്രൊമോഷൻ. പ്രൊമോഷനാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ സാധ്യത എവിടെയൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യലാണ്, അന്വേഷിക്കലാണ്. ഓക്കെ, ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, അനാലിസിസ് ഓഫ് ഇറ്റ്സ് പ്രോസ്പെക്ട്സ് ആൻഡ് ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് ഫോം എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കോൾഡ് പ്രൊമോഷൻ. അതായത് ബിസിനസ്സിൻ്റെ അവസരങ്ങൾ തിരിച്ചറിയുക, അതിൻ്റെ സാധ്യതകൾ വിശകലനം ചെയ്യുക, സംയുക്ത സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക, ഇവയൊക്കെയാണ് പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അതായത് ബിസിനസ്സിൻ്റെ സാധ്യതകൾ, ബിസിനസ്സിൻ്റെ അവസരങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കുക, അതിനെക്കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോഷൻ. ഓക്കെ, the person who undertake to form a company is called promoter. ഒരു കമ്പനി രൂപീകരിക്കാൻ ഏറ്റെടുക്കുന്ന വ്യക്തിയെ പ്രൊമോട്ടർ എന്ന് വിളിക്കും. അതായത് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ദ പേഴ്സൺ ഹൂ അണ്ടർടേക്ക് ടു ഫോം എ കമ്പനി, ഒരു കമ്പനി ഫോം ചെയ്യാൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തി, ഇറ്റ് ഈസ് കോൾഡ് പ്രൊമോട്ടർ. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ എന്താണെന്നും പ്രൊമോട്ടർ ആരാണെന്നും നമ്മൾ പറഞ്ഞു. ക്ലിയർ? ഇനി പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ്സിൻ്റെ അവസരം തിരിച്ചറിയുക. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ ഈസ് ടു ഐഡൻറ്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് ബിസിനസ്സിൻ്റെ അവസരം തിരിച്ചറിഞ്ഞ ശേഷം നിർദ്ദിഷ്ട പ്രവർത്തനത്തിൻ്റെ സാധ്യതയും ലാഭവും നിർണ്ണയിക്കാനും പ്രൊമോട്ടർമാർ ചില സാധ്യതാ പഠനങ്ങൾ നടത്തും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫങ്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് എ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്, അതിൻ്റെ സാധ്യത, അത് വിജയിക്കുമോ, അതിന് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ അറിയാണ്, ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ്സിൻ്റെ അവസരം തിരിച്ചറിയുക. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫീസിബിലിറ്റി സ്റ്റഡി, സാങ്കേതിക സാധ്യത. അതായത് ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ദ പ്രൊമോട്ടേഴ്സ് അണ്ടർടേക്ക് സം ഫീസിബിലിറ്റി സ്റ്റഡീസ് ടു ഡിറ്റർമിൻ ദി വയബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി. അതായത് സാങ്കേതിക സാധ്യത എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കളോട് സാങ്കേതിക വിദ്യയോ എളുപ്പത്തിൽ ലഭ്യമാണോ എന്ന് നിർണ്ണയിക്കുക. ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. സം ഫീസിബിലിറ്റി സ്റ്റഡി ഡിറ്റർമിൻ ദ വയബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി. പദ്ധതിയുടെ ആകെ കണക്കാക്കിയ ചെലവ് നിർണ്ണയിക്കാൻ, സാമ്പത്തിക സാധ്യത, നിർദ്ദിഷ്ട പദ്ധതിയുടെ ലാഭം നിർണ്ണയിക്കാൻ, ഇവയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫീസിബിലിറ്റി സ്റ്റഡി.
അസംസ്കൃത വസ്തുക്കളോ സാങ്കേതിക വിദ്യയോ എളുപ്പത്തിൽ നമ്മുടെ ബിസിനസ്സിന് അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കലാണ്. ഓക്കെ. ദെൻ തേർഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെയിം അപ്രൂവൽ. പേര് അംഗീകരിക്കണം. നമുക്ക് തോന്നിയൊരു പേരിടാൻ പറ്റില്ല. ആ പേര് അംഗീകാരമുണ്ടോ അതിനെക്കുറിച്ചിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് നെയിം അപ്രൂവൽ. പേര് അംഗീകാരം വാങ്ങണം. ആഫ്റ്റർ സെലക്ടിങ് ദി name of company, the promoter submit an application to the registrar of companies for its approval. അതായത് നമ്മളൊരു കമ്പനിക്ക് പേരിടുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു പേര് സെലക്ട് ചെയ്യണം, എന്നിട്ട് രജിസ്ട്രാർക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം നമ്മൾ സെലക്ട് ചെയ്ത പേര് ഏതാണെന്ന്. ദ സെലക്ട് നെയിം ഈസ് നോട്ട് ദ സെയിം ഓർ ഐഡൻറ്റിക്കൽ ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു നിലനിൽക്കുന്ന ഒരു കമ്പനിയുടെ പേരുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ അതായിട്ട് ഒരു ബന്ധവും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് സാങ്ഷൻ കിട്ടില്ല. അതാണ് തേർഡ് സ്റ്റെപ്പ്, നെയിം അപ്രൂവൽ. ദെൻ ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഫിക്സിംഗ് അപ്പ് സിഗ്നേച്ചർ ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദി മെമ്പേഴ്സ് ഹു വിൽ സൈനിങ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് കമ്പനി. അതായത് നിർദ്ദിഷ്ട കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടുന്ന അംഗങ്ങളെക്കുറിച്ച് പ്രൊമോട്ടർമാർ തീരുമാനിക്കണം. അങ്ങനെ ഒരു കമ്പനിയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടുന്ന ആളുകളെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രൊമോട്ടർ ആയിരിക്കും. അവരെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളാണ് അടുത്തൊരു ഫംഗ്ഷൻ. ദെൻ ഫിഫ്ത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽ. പ്രൊമോട്ടേഴ്സ് അപ്പോയിൻറ്റ് മർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ് എക്സെട്ര ടു അസിസ്റ്റ് ദം ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്. അതായത് പ്രൊഫഷണലുകളെ നിയമിക്കുക. ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ സഹായിക്കുന്നതിന് മർച്ചൻറ്റ് ബാങ്കർമാരെയും ഓഡിറ്റർമാരെയും പ്രൊമോട്ടർ നിയമിക്കുന്നു. അതായത് അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള പ്രൊഫഷണൽസിനൊക്കെ നിയമിക്കുന്ന ഡ്യൂട്ടി പ്രൊമോട്ടർക്കുള്ളതാണ്. ഓക്കെ. അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽ. പ്രൊമോട്ടർ അപ്പോയിൻറ്റ് മർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഓഡിറ്റർ എക്സെട്ര ടു അസിസ്റ്റ് ദം ദി പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്. ഇതൊക്കെയാണ്. ഇനി സിക്സ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സിക്സ്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്. The promoters prepare certain legal documents which are to be submitted to the registration of companies. അതായത് ആവശ്യമായ രേഖകൾ തയ്യാറാക്കലാണ്, ഡോക്യുമെൻറ്റ്സ്. അതായത് പ്രൊമോട്ടർമാർ കമ്പനിയുടെ രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട ചില നിയമപരമായ രേഖകൾ തയ്യാറാക്കും. അതായത് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ഒരു രജിസ്ട്രാർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് ഫോം ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള ഈ രേഖകളൊക്കെ തയ്യാറാക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? പ്രൊമോട്ടർക്ക് ഉണ്ട്. ഓക്കെ. പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്. ദ പ്രൊമോട്ടർ പ്രിപ്പയർ സർട്ടൻ ലീഗൽ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ ടു ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഏതൊരു കമ്പനിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഈ രണ്ട് ഡോക്യുമെൻറ്റും എത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സെക്കൻഡ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദെൻ കൺസെൻറ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ഡയറക്ടേഴ്സ്, നിർദ്ദിഷ്ട ഡയറക്ടർമാരുടെ സമ്മതം. ദെൻ എഗ്രിമെൻറ്റ് ഇഫ് എനി ദ പ്രൊപ്പോസ്ഡ് മാനേജിംഗ് ഓർ ഹോൾ ടൈം ഡയറക്ടർ, നിർദ്ദിഷ്ട മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മുഴുവൻ സമയ ഡയറക്ടറുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരാർ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, നിയമാനുസൃത വെളിപ്പെടുത്തൽ. ഇതൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ ഓരോ ഡയറക്ടർമാരുടെ സമ്മതം, പിന്നെ മുഴുവൻ സമയ ഡയറക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഗ്രിമെൻറ്റ്. ദെൻ ലാസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, നിയമാനുസൃത വെളിപ്പെടുത്തൽ, എന്തൊക്കെ കാര്യങ്ങളെന്നുള്ള അതൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്.
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പൊസിഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടറുടെ സ്ഥാനം എന്താണെന്ന്. ദ പ്രൊമോട്ടർ ഈസ് നെയ്തർ ആൻ ഏജൻറ്റ് നോർ എ ട്രസ്റ്റി ഓഫ് ദി കമ്പനി. പ്രൊമോട്ടർ കമ്പനിയുടെ ഏജൻറ്റോ ട്രസ്റ്റിയോ അല്ല. ദ പ്രൊമോട്ടർ സ്റ്റാൻഡ് ഇൻ ദ ഫൈഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. കമ്പനിയുമായി വിശ്വസ്തത ഉണ്ടായിരിക്കണം. ഹീ ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി ഡീലിംഗ്. എനി സച്ച് ഗെയിൻസ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ്. ഇടപാടുകാരിൽ നിന്ന് അയാൾ രഹസ്യ ലാഭം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അയാൾ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഓക്കെ, ഒരു പ്രൊമോട്ടർ പറഞ്ഞ ഒരു ട്രസ്റ്റി അല്ല, ഏജൻ്റ് അല്ല. അയാൾ സ്ഥാപനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കമ്പനിയുമായിട്ട് വിശ്വാസ്യത നിലനിൽക്കുന്ന ഒരാളാണ്. ഇടപാടുകാരിൽ നിന്ന് രഹസ്യം സൂക്ഷിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ പറയുന്നത് ദ പ്രൊമോട്ടർ മസ്റ്റ് ആക്ട് ഹോണസ്റ്റ്ലി ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. പ്രൊമോട്ടർ സത്യസന്ധമായും നല്ല വിശ്വാസത്തിലും കമ്പനിയുടെ മികച്ച താൽപ്പര്യത്തിലും പ്രവർത്തിക്കണം. The promoter is personally liable for all the preliminary contract with the other parties before incorporation. അതായത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് മുമ്പ് മറ്റ് കക്ഷികളുമായുള്ള എല്ലാ പ്രാഥമിക കരാറും പ്രൊമോട്ടർ വ്യക്തിപരമായി ബാധ്യസ്ഥനാണ്. ദ പ്രൊമോട്ടർ ഈസ് ഓൾസോ ലയബിൾ ഫോർ എനി ഒമിഷൻ ഓഫ് ഫാക്ട് ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിലെ വസ്തുതകളോ തെറ്റായ പ്രസ്താവനകളോ ഒഴിവാക്കുന്നതിനും പ്രൊമോട്ടർ ബാധ്യസ്ഥനാണ്. അല്ല, അതിലൊക്കെ പ്രോസ്പെക്ടസിലൊക്കെ എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രൊമോട്ടർക്കാണ്. പ്രൊമോട്ടർ സത്യസന്ധമായിട്ടും നല്ല വിശ്വാസത്തിലും പ്രവർത്തിക്കണം. കമ്പനിയുടെ താൽപ്പര്യത്തിനായിരിക്കണം അയാൾ മുൻതൂക്കം നൽകേണ്ടത്. ഓക്കെ, പേഴ്സണലി ലയബിൾ ഫോർ ഓൾ പ്രിലിമിനറി കോൺട്രാക്ട്സ്. എല്ലാ നിയമപരമായ കാര്യങ്ങൾക്കും ഉത്തരവാദി പ്രൊമോട്ടറാണ്. എസ്പെഷ്യലി പ്രോസ്പെക്ടസിൽ വരുന്ന ഫോൾട്ടൊക്കെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും? പ്രൊമോട്ടറാണ്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ ട്രസ്റ്റി ഒന്നല്ല, കമ്പനിക്ക് വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇനി നമുക്ക് ഇൻകോർപ്പറേഷൻ എന്താണെന്ന് പറയാം. സംയോജനം. എ കമ്പനി കം ടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. ഫോർ ദിസ് പർപ്പസ് ദ പ്രൊമോട്ടർ ഹാസ് ടു ടേക്ക് ദ ഫോളോയിങ് സ്റ്റെപ്പ്. കമ്പനിയുടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കമ്പനി നിലവിൽ വരുന്നത്. അതായത് കമ്പനിക്ക് ഒരുപാട് രജിസ്ട്രാർ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഒരു സ്ഥായിയായ നിലനിൽപ്പുള്ളൂ. ഈ ആവശ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രൊമോട്ടർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു പ്രൊമോട്ടർ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണ്? സംയോജന സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് വൺ, അപ്ലിക്കേഷൻ ഫോർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കണം. പ്രൊമോട്ടർ മേക്ക് ആൻ അപ്ലിക്കൻറ്റ് ഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. സംയോജിപ്പിക്കുന്നതിനുള്ള അപേക്ഷ. കമ്പനികളെ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രൊമോട്ടർമാർ ഒരു അപേക്ഷ സമർപ്പിക്കണം. അല്ലേ, ഏത് കാര്യത്തിനും നമ്മൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം, വേണ്ടേ? അപ്ലിക്കേഷൻ ഫോർ ഇൻകോർപ്പറേഷൻ. രണ്ടാമത്തത് ഫില്ലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്. അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്തതാണ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി ഫിൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി ഫോർ ഇൻകോർപ്പറേഷൻ. സംയോജിപ്പിക്കുന്നതിനായി താഴെ പറയുന്ന രേഖകൾ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. ആദ്യം ഫില്ലിംഗ് ഓർ ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യണം. ഏതൊക്കെ ഡോക്യുമെൻ്റാണ് ഫയൽ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡ്യൂലി സ്റ്റാമ്പ്ഡ്, സൈൻഡ് ആൻഡ് വിറ്റ്നസ്ഡ്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സ്റ്റാമ്പ് ചെയ്യുക, ഒപ്പിടുക, സാക്ഷ്യം വഹിക്കുക. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്യൂലി സ്റ്റാമ്പ്ഡ്, സൈൻഡ് ആൻഡ് വിറ്റ്നസ്ഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ള ലേഖനത്തിന് യഥാസമയം സ്റ്റാമ്പ് ചെയ്യുക, ഒപ്പിടുക, സാക്ഷ്യം വഹിക്കുക. ഈ രേഖകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ written consent of the proposed directors, then agreement if any proposed managing or whole-time directors, then a copy of registrar letter approving the name of the company, statutory declaration. ഇവയൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിർദ്ദിഷ്ട മാനേജിങ് അല്ലെങ്കിൽ മുഴുവൻ സമയ ഡയറക്ടറുമായി ഉണ്ടെങ്കിൽ കരാറ്, കമ്പനിയുടെ പേര് അംഗീകരിക്കുന്ന രജിസ്ട്രാറിൻ്റെ കത്ത്, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്.
അതിനൊക്കെ പുറമെ എ നോട്ടീസ് എബൌട്ട് എക്സാക്റ്റ് അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ യഥാർത്ഥ അഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ തെളിവ്, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഫീ അടച്ചതിൻ്റെ തെളിവ് വേണം, നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് വേണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത്, പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത്, പിന്നെ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ദെൻ ദ എഫക്റ്റ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദ ലീഗൽ എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി. സമർപ്പിച്ച മുഴുവൻ രേഖയിൽ രജിസ്ട്രാർ പരിശോധിക്കും. Then a private company can commence its business after receiving സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. പ്രൈവറ്റ് കമ്പനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിനെ പറയാം. ഓക്കെ, ഈ പറഞ്ഞ രേഖകളെല്ലാം സമർപ്പിച്ച് മുഴുവൻ രേഖയും സമർപ്പിച്ചിട്ട് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളൊരു പരിശോധിക്കും. ആ പരിശോധനയിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർഡ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. എ പബ്ലിക് കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദ പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പൊതു കമ്പനിക്ക് ഷെയറുകൾ ഡിബഞ്ചറുകളും നൽകി പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാം. അതായത് എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത്. ഓക്കെ, ഫോർ ദീസ് ഇറ്റ് ഹാസ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ഫോർ റൈസിങ് ഫണ്ട് ഫ്രം ദി പബ്ലിക്. അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോസ്പെക്ടസ് വഴിയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഫണ്ട് സ്വരൂപിക്കാൻ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, പ്രൊസീജിയറുണ്ട്. അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. എ പബ്ലിക് കമ്പനി ഈസ് റിക്വയർഡ് ടു ടേക്ക് അപ്രൂവൽ ഫ്രം സെബി. സെബിയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം, സമ്മതം ഉണ്ടായിരിക്കണം. ദെൻ ഫയൽ എ കോപ്പി ഓഫ് പ്രോസ്പെക്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ലീവ് ഓഫ് പ്രോസ്പെക്ടസ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. പ്രോസ്പെക്ടസിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പകരമായ ഒരു പ്രസ്താവന കമ്പനി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ അപ്രൂവൽ ഉണ്ടായിരിക്കണം. പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്യണം രജിസ്ട്രാർക്ക്. ഇതൊക്കെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് അതായത് ക്യാപിറ്റൽ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്. ബാങ്കർമാരെ ബ്രോക്കർമാരെ നിയമിക്കുക. എൻഷുർ ദാറ്റ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് ക്യാപിറ്റലായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദെൻ അപ്ലിക്കേഷൻ ഫോർ ലിസ്റ്റിംഗ് ഓഫ് കമ്പനീസ് സെക്യൂരിറ്റി. കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ പട്ടികപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. സെബിയുടെ പെർമിഷൻ വേണം, ബാങ്കേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യണം, മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം, ലിസ്റ്റിംഗ് ഓഫ് കമ്പനി സെക്യൂരിറ്റിന് ആപ്ലിക്കേഷൻ, കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ പട്ടിക രൂപപ്പെടുത്തുന്നതിനുള്ളതിന് അപേക്ഷ ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ട നടപടിക്രമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്പനി ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ റീഫണ്ട് അഡ്ജസ്റ്റ് എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ലഭിച്ച അധിക അപേക്ഷാ പണം തിരികെ കൊടുക്കണം. ഇഷ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ സക്സസ്ഫുള്ളി. അപ്ലിക്കൻ വിജയകരമായ അപേക്ഷകർക്ക് അലോട്ട്മെൻറ്റ് കത്തുകൾ കൊടുക്കണം. ദെൻ ഫയൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി. കമ്പനിയുടെ രജിസ്ട്രാറുമായി അലോട്ട്മെൻറ്റിൻ്റെ ഫയൽ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അധികമായിട്ട് കിട്ടിയ റീഫണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എക്സസ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക. ദെൻ അത് റീഫണ്ട് ചെയ്യുക. ദെൻ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ടു സക്സസ്ഫുൾ ആപ്ലിക്കൻസ്. വിജയകരമായ അപേക്ഷകർക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുക. ഫയൽ റിട്ടേൺ അലോട്ട്മെൻറ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനി. കമ്പനിയുടെ രജിസ്ട്രാറുമായി അലോട്ട്മെൻറ്റിൻ്റെ ഫയൽ റിട്ടേണെ കുറിച്ചിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ കൺസംഷൻ കഴിഞ്ഞാൽ പിന്നെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്.
ബിസിനസ് ആരംഭിക്കാം. അതായത് എ പബ്ലിക് കമ്പനി ക്യാൻ കമൻസ് ബിസിനസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഫ്രം ദി രജിസ്ട്രാർ. ഒരു സാധാ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ബിസിനസ് ആരംഭിക്കാം. അതേസമയം പബ്ലിക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓൺലി ദേ ക്യാൻ ഗെറ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ് ആരംഭിക്കുക എന്ന സർട്ടിഫിക്കറ്റ്, തുടങ്ങുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമേ പബ്ലിക് കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. The company must file the following documents to obtain the certificate of commencement of business. ഒരു കമ്പനി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിക്ലറേഷൻ ദാറ്റ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ ക്യാഷ് ടു അലോട്ട് ഷെയർ. ഓഹരി അനുവദിക്കുന്നതിന് മിനിമം സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കണം. എ ഡിക്ലറേഷൻ ദാറ്റ് ഓൾ ഡയറക്ടേഴ്സ് ഹാവ് ടേക്ക് അപ്പ് ദ പെയ്ഡ് for their qualification shares. Then statutory declaration stating that necessary legal formalities have been complied with has to be filled. ആവശ്യമായ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു നിയമപരമായ പ്രഖ്യാപനം ഫയൽ ചെയ്യണം. എല്ലാ ഡയറക്ടർമാരും അവരുടെ യോഗ്യതാ ഷെയറുകൾ ഏറ്റെടുക്കുകയും പണമടക്കുകയും ചെയ്ത പ്രഖ്യാപനം ഉണ്ടായിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയൊക്കെ ആയാലേ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിനെ കമ്പനിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഓക്കെ, രജിസ്ട്രാർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാലേ കിട്ടുകയുള്ളൂ. കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഒരു കമ്പനി എങ്ങനെ രൂപീകരിക്കാം, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കമ്പനി പ്രൊസീജിയർ രൂപീകരിക്കാൻ, ഫോം ചെയ്യാൻ വേണ്ട പ്രൊസീജിയർ, പ്രധാനപ്പെട്ട 4 പ്രൊസീജിയറാണുള്ളത്. ഫസ്റ്റ് വണ്ണാണ് പ്രൊമോഷൻ. ഒരു കമ്പനി എങ്ങനെയാവണം, ഏതൊക്കെ രീതിയിലാവണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ. ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആളെ പ്രൊമോട്ടർ എന്ന് പറയും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആ പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഏകോപന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇത് കിട്ടിയതിന് ശേഷം പിന്നെ റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യണം. മൂലധനം സ്വരൂപിക്കുകയാണ്. അത് ഷെയർ വഴിയോ ഡിബഞ്ചർ വഴിയോ സ്വരൂപിക്കാം. അങ്ങനെ റൈസിംഗ് ഫണ്ട് സ്വരൂപിക്കുന്ന സമയത്ത് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സെബിയുടെ പെർമിഷൻ, അപ്രൂവൽ വാങ്ങണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അതായത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആരംഭിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ്. ഒരു പബ്ലിക് കമ്പനിയാണെങ്കിൽ അവർക്ക് ബിസിനസ് ആരംഭിക്കണമെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് കിട്ടിയാലേ പബ്ലിക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ ഒരു ഡോക്യുമെൻ്റാണ്. ഒരു കമ്പനി ഫോം ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും. ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അസോസിയേഷനും എന്താണെന്നും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.